ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് കൊളാട്ട എന്ന് പറയുന്ന കായക്കൊടിയിലെ പ്രധാനപ്പെട്ട ഒരു തടാകത്തിലേക്കാണ്. അവിടെ ജലാശയമാണ്, നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഓക്കെ, അവിടത്തേക്ക് തന്നെ പോവാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചക്കരത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താല്ലേ ഭംഗി! നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ കനാലും അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. ഇതാണ് ആ പ്ലേസ്, ചക്കരത്തോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുക. നമ്മളിവിടെ ചെറുപ്പത്തിലൊക്കെ വന്ന് കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. കനാലിൽ വെള്ളം വരുന്ന സമയത്ത്, ഇപ്പോൾ കനാലിൽ വെള്ളം കുറവാണ്, കാരണം മഴക്കാലത്ത് കനാൽ തുറക്കാറില്ല, നല്ല വെയിലത്താണ് തുറക്കാറ്. ഒന്ന് സൈഡാക്കി നമുക്ക് വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ മരത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് തുള്ളാറ് കനാലിലേക്ക്. ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും, ആ ടോപ്പ് ലെവൽ വരെ വെള്ളമായിരിക്കും. എന്തായാലും അടിപൊളി സ്പോട്ടാണിത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വെയിൽ കാലത്താണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇത് കണ്ടോ, നല്ല കാട് പ്രദേശമാണ്. ഞങ്ങളിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അടിപൊളി സ്പോട്ടല്ലേ, നാട്ടിൻ പുറത്തുള്ള ഹിഡൻ സ്പോട്ടൊക്കെയാണിത്. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ മൊകേരി കനാലാണ് ഈ കാണുന്നത്. ഫുള്ള് നമ്മൾ കനാലിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ കൊളാട്ടിലേക്ക് പോകാനുള്ള വഴിയുള്ളത്. ഇത് നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ കായക്കൊടി ടൗണിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതൊക്കെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, ഇത് കായക്കൊടി ടൗണിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയാണ്. ഇത് നേരെ കായക്കൊടി ടൗണിലെത്തും. കായക്കൊടി ടൗണിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് നമ്മൾ കൊളാട്ടിലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നമുക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ ഈ വീഡിയോൻ്റെ ക്ലാരിറ്റിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കായക്കൊടി അക്കുഡേറ്റ് പാലം, നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ നല്ല വലിയ റോഡുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി സ്പോട്ട്. എങ്ങനെയുണ്ട്? നല്ല പച്ച കളർ വെള്ളമാണ് താഴെയുള്ളത്. ഇത് നമ്മൾ കായക്കൊടി ടൗണിലേക്ക് പോകുന്ന റോഡിലാണ് എത്തിയിരിക്കുന്നത്. കായക്കൊടി പോകുന്ന റോഡിൻ്റെ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് പോയാലാണ് നമുക്ക് കൊളാട്ടയിൽ എത്താൻ പോകുന്നത്. ഇതാണ് ആ റോഡ്. ഇത് നേരെ മൊകേരിക്കല്ലേ എത്തുന്നത് അല്ലേ? ഇത് നേരെ മൊകേരിക്കാണ് എത്തുന്നത്. അതിൻ്റെ സൈഡിലാണ് നമ്മൾ കൊളാട്ട സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏത് വെയിലത്തായാലും മഴയിലായാലും നല്ല വെള്ളം എന്നുള്ളതാണ് ഈ കൊളാട്ടയുടെ പ്രത്യേകത. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കിണറ്റിലൊക്കെ വെള്ളം കുറയാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നല്ല അടിപൊളി സ്ഥലമല്ലേ? ഇവിടെയെല്ലാം ഉള്ളിലെല്ലാം നല്ല രസമുണ്ടല്ലോ കാണാൻ. ഒരുപാട് വീടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പ്ലേസാണ്. നല്ല മാവിതവിടെ മാവി. കൊളാട്ടയിൽ നമ്മൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കൊളാട്ട എന്ന് പറയുന്ന പ്രദേശം അല്ല, ഇതൊക്കെ കാണുന്നതാണ്. നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നമ്മൾ ആ പാറേൻ്റെ മുകളിൽ കയറി നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാം. മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുട്ടികളെ മീനിനെ പിടിക്കുന്നുണ്ട്. അടിപൊളി സ്പോട്ടാണിത്. എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഇന്ന് കുട്ടികളൊക്കെ മീനിനെ പിടിക്കുന്നുണ്ട്. ആ കാണുന്നത് കൊരണപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്ക് ഒരു ദിവസം അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസ് എല്ലാം നമുക്ക് കവർ ചെയ്യാനായിരിക്കും. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.